വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകായാലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, അതുപോലെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ചിലർ ഉപ്പിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പഞ്ചസാര ചേർക്കാറില്ല, ഉപ്പ് ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കാറ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഷ്റൂം ആയതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോളും. മഞ്ഞൾപ്പൊടി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് വഴറ്റുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. മല്ലി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി അല്ല ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ടേസ്റ്റും കുരുമുളക് ചേർത്ത് വഴറ്റിയെടുക്കുന്ന ടേസ്റ്റും രണ്ടാണ്. ഈ കുരുമുളക് ചേർത്ത് വഴറ്റി ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 200 ഗ്രാം മഷ്റൂം ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ മഷ്റൂമിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കാരണം നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം മതിയാവും മഷ്റൂം വെന്ത് കിട്ടാനായിട്ട്. ഇതടിക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല മഷ്റൂം വെന്ത് കിട്ടാനായിട്ട്. പ്രത്യേകിച്ച് നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മഷ്റൂം മുറിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതാ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഗരം മസാല ഓപ്ഷണൽ ആണ്, താല്പര്യമില്ലാത്തവര് ചേർക്കണമെന്നില്ല. ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ ചപ്പാത്തി, റൊട്ടി, നാന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.